Hare Rama 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 Hare Hare Krishna Hare Krishna 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 Hare 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 Rama 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 Hare Hare Krishna Krishna Hare Krishna 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 Hare Hare Rama Rama Hare Hare Krishna Hare Krishna 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 Hare Hare Rama 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 Hare Krishna 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 Hare Hare Rama 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 Hare Hare Krishna 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 Hare Rama Rama Hare Hare Krishna Krishna Rama Rama Hare Hare Krishna Hare Krishna 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 Hare Hare Rama Rama Hare Krishna Hare Krishna 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 Hare Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare Hare Rama Rama Hare Hare Krishna 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 Hare 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 Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare Hare Krishna Krishna Hare Krishna Hare Rama Rama Hare Hare Krishna 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 Hare 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 Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare Hare Krishna 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 Hare 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 Rama Rama Hare Hare Krishna Krishna Hare 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 Rama Rama Hare Hare Krishna 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 Hare 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 Rama Rama Hare Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Ajnana Timirantasya Jnananjana Shalakaya Chakshurunmilitam Yena Tasmai Shri Gurave Namah. Namo Vishnu Padaya Krishna Prashtaya Bhutale Srimade Bhaktivedanta Swaminidhi Namine. Namaste Saraswate Deve Gauravani Pracharine Nirvishesha Shunyavadi Paschatya Deshadarine. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण ശ്രീ ശ്രീ രാധാ ഗോവിന്ദ ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമ്മള് അധ്യായം 13 ഏതാണ്? അധ്യായം 13 പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. ക്ഷേത്രജ്ഞ വിഭാഗ യോഗം പഠിക്കാനായിട്ട് പോകുന്നത് അല്ലെ. 13 അധ്യായം. ഇന്നലെ നമ്മള് 12 അധ്യായം വരെ പരീക്ഷ കഴിഞ്ഞു. നമ്മുടെ ഇത് ഏത് യോഗാണിത്? 13 തൊട്ടുള്ളത് ജ്ഞാനയോഗം. ഇനി ആരും ഉറങ്ങൊന്നും വേണ്ട, ജ്ഞാനയോഗാണ്. കുറച്ച് ദിവസം നമുക്ക് പഠിക്കാനുണ്ടാവും ഇതില് അല്ലെ. ഉറക്കം വരുന്നുണ്ടെങ്കിൽ പറയാ, അവരെ കൊണ്ട് ചോദ്യം ചോദിക്കും ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. ഉറങ്ങി പോകുന്നുണ്ടെങ്കിൽ പറയാം നമുക്ക്. ഹരേ കൃഷ്ണ. അപ്പൊ 13 അധ്യായം ഇനി നല്ല നല്ല അധ്യായങ്ങൾ അതിനുള്ളതൊക്കെ കേട്ടിരിക്കാനായിട്ട് കുറെ കാര്യങ്ങൾ അറിയാനൊക്കെ ഉണ്ട് നമുക്ക്. 13 അധ്യായം പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. അധ്യായം 13 പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. പേരുകളൊക്കെ മാറാണ്. ഇത്രയും നേരം നമ്മള് ശരീരം, ജീവാത്മാവ്, പരമാത്മാവ് എന്നൊക്കെ പറഞ്ഞതൊക്കെ ഇനി മാറാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ പറയുന്നത്. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്. അധ്യായം 13 അതിനെ 6 വിഭാഗങ്ങളാക്കിയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകത്തില് അർജുനൻ 6 ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടാണ് പറയുന്നത്. പിന്നെ 2 മുതൽ 7 വരെയുള്ള ശ്ലോകത്തില് ഭഗവാൻ ഉത്തരം നൽകുന്നതായിട്ട് പറയുന്നുണ്ട്. 8 മുതൽ 12 വരെ അർജുനന്റെ ഓരോരോ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുന്നതാണ് ഭഗവാൻ. 13 മുതൽ 19 വരെ അത് തന്നെ. 20 മുതൽ 26 വരെ ഭഗവാൻ 1-2 ചോദ്യങ്ങൾക്കുള്ള, അർജുനന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുന്നു. പിന്നെ ജ്ഞാനചക്ഷുഷ, അറിവിന്റെ ദർശനം പറയുന്നത്, അറിവിനെ കുറിച്ച് പറയുന്നതാണ് 27 മുതൽ 35 വരെ. അങ്ങനെ 6 ഭാഗങ്ങളാക്കിയിട്ടാണ് ഈ 13 അധ്യായത്തില് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഭാഗം അർജുനന്റെ 6 ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.
അർജുന ഉവാച പ്രകൃതി പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ്വേദീതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. ശ്രീ ഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യാഭിധീയതേ ഏതദ്യോ വേത്തി തം ബാഹു ക്ഷേത്രജ്ഞ ഇതി തത്വിദഃ. അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞാനത്തിന് വിഷയീഭവിക്കുന്നത്, ഇവയെ കുറിച്ചെല്ലാം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പരമദിവ്യോത്തമ പുരുഷനോട് ചോദിക്കാണ്, ഭഗവാനോട് ചോദിക്കാണ് അർജുനൻ എന്താ ചോദിക്കുന്നത്? കൃഷ്ണ, എനിക്ക് എന്തൊക്കെ അറിയണം? പ്രകൃതിയെ കുറിച്ച് അറിയണം, പുരുഷനെ കുറിച്ച് അറിയണം, ക്ഷേത്രത്തെ കുറിച്ച് അറിയണം, ക്ഷേത്രജ്ഞനെ കുറിച്ച് അറിയണം, ജ്ഞാനത്തെ കുറിച്ച് അറിയണം, പിന്നെ ജ്ഞാനത്തിന് വിഷയമാകുന്നത് എന്താണോ അതിനെ കുറിച്ചും എനിക്ക് അറിയണം. ഈ 6 കാര്യങ്ങളാണ് ആർക്കറിയേണ്ടത്? അർജുനൻ അറിയേണ്ടത്. പ്രകൃതി എന്താണെന്ന് അറിയണം, പുരുഷൻ എന്താണെന്ന് അറിയണം, ക്ഷേത്രം എന്താണെന്ന് അറിയണം, ക്ഷേത്രജ്ഞൻ എന്താണെന്നും ജ്ഞാനം എന്താണെന്നും ജ്ഞാനത്തിന് വിഷയീഭവിക്കുന്നത് എന്താണോ അതിനെ കുറിച്ചെല്ലാം എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്നാണ് ഇവിടെ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പറഞ്ഞു, കുന്തിപുത്ര, ഈ ശരീരത്തെയാണ് എന്ത് പറയണത്? ക്ഷേത്രം എന്ന് പറയണത്. അപ്പൊ ശരീരത്തിനെ നമ്മൾ എന്ത് പറയും? ക്ഷേത്രം എന്ന് പറയും. ഇതിനെ അറിയുന്നവനാണ് ആര്? ക്ഷേത്രജ്ഞൻ. അപ്പൊ ഈ ശരീരത്തെ കുറിച്ച് അറിയുന്നവനെ എന്തെന്ന് പറയും? ക്ഷേത്രജ്ഞൻ എന്ന് പറയും. ശരീരത്തിന് ക്ഷേത്രം എന്ന് പറയും എന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ ആദ്യം തന്നെ ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാണ്. അതായത് ഫസ്റ്റ് ഭൗതിക പ്രകൃതിയെ കുറിച്ച് അറിയണം എന്ന് പറഞ്ഞു അല്ലെ അർജുന. അപ്പൊ പ്രകൃതി എന്ന് പറഞ്ഞാല് ഭൗതിക പ്രകൃതിയാണ് എന്ന് പറഞ്ഞു. അത് 20-26 ശ്ലോകത്തിലാണ് ഭഗവാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് അത് സോർട്ട് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പ്രകൃതി എന്ന് പറയുന്നത് ഭൗതിക പ്രകൃതിയാണ്. പുരുഷൻ എന്ന് പറയുന്നത് ആസ്വാദകനാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആസ്വാദകനാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരത്തിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവിനെ, ശരീരത്തിനെ കുറിച്ച് അറിയുന്ന, എല്ലാ ശരീരങ്ങളെയും അറിയുന്ന ആ പരമാത്മാവിനെയാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും മനസ്സിലാക്കുക. അതായത് ജ്ഞാനം എന്ന് വെച്ചാൽ അറിവ്. എന്തിനെ കുറിച്ചുള്ള അറിവ്? ക്ഷേത്രത്തെ കുറിച്ചും, അതായത് ശരീരത്തെ കുറിച്ചും ക്ഷേത്രജ്ഞനെ കുറിച്ചുമുള്ള അറിവിനെയാണ് എന്ത് പറയുന്നത്? ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയേണ്ടത് ആരെ കുറിച്ചാണ്? പരമാത്മാവിനെ കുറിച്ച്. അതാണ് ജ്ഞേയം എന്ന് പറയുന്നത്. ഈ 6 കാര്യങ്ങളാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം ജസ്റ്റ് നമുക്ക് പറഞ്ഞുതരാം. ഇനി നമുക്ക് ഓരോന്നിലേക്ക് പോകാം. ഫസ്റ്റ് എന്താ പറയുന്നത്? ഇവിടെ പ്രകൃതിയെയാണ് ഭഗവാൻ പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? പ്രകൃതി ആണ്, ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നവനാണ് ആര്? ക്ഷേത്രജ്ഞൻ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇനി 3-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോ ജ്ഞാനം യത്തജ്ഞാനം മദം മമ. ഹേ ഭാരതവംശജ, സർവ ശരീരങ്ങളിലും കുടികൊള്ളുന്ന ഞാനും ക്ഷേത്രജ്ഞനാണെന്ന് നീ അറിയണം. അപ്പൊ ഇനി പറയാണ്, നീ മാത്രമല്ല ക്ഷേത്രജ്ഞൻ, ഞാനും ആര് തന്നെയാണ്? ക്ഷേത്രജ്ഞൻ തന്നെയാണ്. കാരണം എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്നതാണ് ഞാൻ. ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. ഇതാണ് എന്റെ അഭിപ്രായം. എന്നിട്ട് പറയാണ്, എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്ന ഞാനും ആര് തന്നെയാണ്? ക്ഷേത്രജ്ഞൻ തന്നെയാണ്. പിന്നെ ഈ ക്ഷേത്രജ്ഞനെ കുറിച്ചുള്ള അറിവ്, ഈ ശരീരത്തെ കുറിച്ചുള്ള അറിവ്, ഇതാണ് എന്ത്? ജ്ഞാനം എന്ന് പറയുന്നത്. ഇതാണ് ഭഗവാന്റെ അഭിപ്രായം. ഭഗവാനും ക്ഷേത്രജ്ഞൻ തന്നെയാണ്. പിന്നെ അറിവ് എന്ന് പറഞ്ഞ, ജ്ഞാനം എന്ന് പറഞ്ഞതാണ് ആ ശരീരത്തെ കുറിച്ചും ക്ഷേത്രജ്ഞനെ കുറിച്ചുള്ള അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഒരു പൗരന് തന്റേതായ ഭൂമിയെ കുറിച്ച് മാത്രം അറിയാം. രാജാവിനാണെങ്കിലോ സ്വന്തം അരമനയെ കുറിച്ച് മാത്രമല്ല ഓരോ പൗരന്മാരുടെയും വസ്തുവകകളെ കുറിച്ചും അറിയാം. ഒരാൾക്ക് തന്റേതായ ശരീരത്തിൽ ഉടമാവകാശമുണ്ട്. എന്നാൽ സർവ്വശരീരങ്ങളുടെയും ഉടമസ്ഥൻ ഭഗവാൻ മാത്രമാണ്. മൗലികമായി രാജ്യാവകാശം രാജാവിൻ്റെതാണ്, പ്രജകൾ രണ്ടാമതേ ഉടമ ആകുന്നുള്ളൂ. അതുപോലെ ഭഗവാനാണ് സർവ്വശരീരങ്ങൾക്കും രക്ഷാധികാരി, സർവാധികാരി. അപ്പൊ ഇവിടെ എന്താ പറയണത്? ഒരു രാജാവിനെ പൗരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പൗരന് എന്ത് മാത്രമേ അറിയുള്ളൂ? തന്റെ കൈവശിരിക്കുന്ന ഭൂമിയെ കുറിച്ച് മാത്രമേ ഒരു പൗരന് അറിയാൻ സാധിക്കുള്ളൂ. പക്ഷെ രാജാവിനാണെങ്കിലോ ആ രാജാവിന്റെ അരമനയെ കുറിച്ചും അറിയാൻ സാധിക്കും. മാത്രമല്ല ആ പൗരന്റെ കയ്യിലുള്ള വസ്തുവകളെ കുറിച്ചും ആർക്കറിയാം? രാജാവിനറിയാം. അതേപോലെ തന്നെയാണ് ഭഗവാനെ സംബന്ധിച്ച് പറഞ്ഞാല് ഭഗവാൻ എല്ലാ ശരീരത്തിന്റെയും ഉടമ ആരാണ്? ഭഗവാനാണ്. താൻ ഇരിക്കുന്ന എല്ലാ ശരീരത്തെ കുറിച്ചും ആർക്ക് അറിയാൻ പറ്റും? ഭഗവാനാണ് എല്ലാത്തിന്റെ ഉടമസ്ഥൻ. അതുകൊണ്ട് സർവ്വ ശരീരങ്ങളുടെയും ഉടമസ്ഥൻ ഭഗവാൻ ആയതുകൊണ്ട് ഭഗവാൻ എല്ലാ ശരീരത്തെ കുറിച്ചും അറിയാനായിട്ട് സാധിക്കും.
അതാണ് പറയാം. അപ്പൊ നമ്മള് രണ്ടാമത് മാത്രമേ നമുക്ക് അതിൽ അവകാശമുള്ളൂ. കാരണം ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ. എല്ലാ ശരീരങ്ങളുടെയും ഉടമസ്ഥൻ ഭഗവാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്താ വരുന്നുള്ളൂ, രണ്ടാമത്തെ ഉടമസ്ഥതയെ നമുക്ക് വരുന്നുള്ളൂ. ഫസ്റ്റ് ആർക്കാണ് പ്രിഫറൻസ്, ആർക്കാണ് വരുന്നത് അവിടെ? ഭഗവാന് തന്നെയാണ് വരുന്നത്. എല്ലാ സർവ്വ ശരീരങ്ങളുടെയും പരമാധികാരി, സർവ്വാധികാരി ആരാണ്? ഭഗവാനാണ്. ജീവാത്മാവും പരമാത്മാവും ഇപ്പൊ ആണെന്ന് പറഞ്ഞു, നമ്മള് ക്ഷേത്രജ്ഞനാണെന്ന് പറഞ്ഞു അല്ലെ. ജീവാത്മാവും ക്ഷേത്രജ്ഞനാണ്, പരമാത്മാവും ക്ഷേത്രജ്ഞനാണ്. അപ്പൊ ജീവാത്മാവിന് താൻ ഇരിക്കുന്ന ശരീരത്തെ കുറിച്ച് മാത്രം അറിയാൻ സാധിക്കും, പരമാത്മാവിന് എല്ലാവരുടെ ശരീരത്തെ കുറിച്ചും അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്കിവിടെ പറയുന്നത്. ഇപ്പൊ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവഗണങ്ങളാണ് ജീവാത്മാക്കള്. പരമാത്മാവ് എന്ന് പറഞ്ഞാലോ പരിപാലകനായിട്ടുള്ള, ഈ ജീവാത്മാക്കളെ പരിപാലിക്കുന്ന ഭഗവാനാണ് ആര്? പരമാത്മാവ് എന്ന് പറയുന്നത്. ഈ പരമാത്മാവ് ആരാണ് ശരിക്കും? പേരെന്താണ് പരമാത്മാവിന്റെ? ആലോചിച്ചൊന്ന്. ഭഗവാന്റെ പുരുഷാവതാരം വരുന്നത് എന്താണ് പേര്? ക്ഷീരോദകായ ഇത് നമ്മൾ പറഞ്ഞ പരമാത്മാവ്. ജീവാത്മാവ് എങ്ങനെയാണ്? അണുആത്മാവാണ്. വളരെ ചെറുതാണ് എന്ത്? ജീവാത്മാവ് എന്ന് പറയുന്ന വലിപ്പം നമുക്കറിയാം. ഒരു മുടിയുടെ തുമ്പിന്റെ 10,000-ൽ അംശമാണ് ജീവാത്മാവിന്റെ വലിപ്പം. പക്ഷെ പരമാത്മാവ് എന്ന് പറഞ്ഞാലോ അനന്തമായിട്ടുള്ള വിഭു ആത്മാവാണ്. അനന്തമായിട്ടുള്ളതാണ് പരമാത്മാവ്. ജീവാത്മാവിന് സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. പരമാത്മാവിന് എല്ലാവരുടെ ശരീരത്തെ കുറിച്ചും അറിയാനായിട്ട് സാധിക്കും. ജീവാത്മാവ് രണ്ടാമതേ ഉടമകളാകുന്നുള്ളൂ. അത് രണ്ടാമതാണ്. ജീവാത്മാവിന് ആ ശരീരത്തിനോടുള്ള ബന്ധം രണ്ടാമത്തെ ഉടമസ്ഥാവകാശമുള്ളൂ. ഫസ്റ്റത്തെ ഉടമസ്ഥാവകാശം ആർക്കാണ്? ഭഗവാനാണ്. ഭഗവാൻ സർവ്വ ശരീരങ്ങളുടെയും സർവ്വാധികാരി ഭഗവാനാണ്. പിന്നെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് ജീവാത്മാവിന് ഇന്ദ്രിയ നിയന്ത്രണം രണ്ടാമതേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ശരിക്കും ആരാണ്? ഭഗവാനാണ്. ഭഗവാൻ ഋഷികേശനാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ യഥാർത്ഥ നിയന്താവ് ഭഗവാനാണ്. പിന്നെ ജീവാത്മാക്കൾക്ക് എന്ത് സംഭവിക്കും? പിഴവുകൾ പറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ ഭഗവാൻ ഒരിക്കലും എന്ത് സംഭവിക്കില്ല? പിഴവ് പറ്റില്ല. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ എന്ത് വിളിക്കും? അച്യുതൻ. അച്യുതൻ എന്ന് വിളിക്കും. പിന്നെ ഒരു സേവകനാണ് ആര്? ജീവാത്മാവ് എപ്പോഴും സേവകനാണ്. പക്ഷെ പരമാത്മാവാണെങ്കിലോ എന്താ പറയാ, യജമാനനാണ് ഭഗവാൻ. അസംഖ്യമായി ജീവാത്മാക്കൾ കുറെ ഉണ്ടാവും. എത്രയുണ്ട് നമുക്കറിയാം? 84 ലക്ഷം ജീവാത്മാക്കളുണ്ട്. പക്ഷെ പരമാത്മാവ് ഒരേ ഒരു പരമാത്മാവേ ഉണ്ടാവുള്ളൂ. എല്ലാവരിലും കുടികൊള്ളുന്ന പരമാത്മാവ് ഒരേ ഒരു പരമാത്മാവായിരിക്കും. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. യക്ഷേത്രം യച്ഛയാതൃച്ഛ യദ്ധികാരി യദശ്ചയേത് സച്ചായോ യത് പ്രഭാവശ്ച തത്സമാസേന മേ ശൃണു. ഈ കർമ്മക്ഷേത്രം, അതിന്റെ ഘടന, അതിന് നേരിടുന്ന മാറ്റങ്ങൾ, അതിന്റെ ഉത്ഭവകാലം, കർമ്മക്ഷേത്രങ്ങളുടെ ജ്ഞാതാവിന്റെ സ്വാധീനത, ഇവയെ കുറിച്ചെല്ലാം ഞാൻ സംക്ഷിപ്തമായി പറഞ്ഞു തരാം. ദയവായി കേൾക്കൂ. അപ്പൊ ഈ കർമ്മക്ഷേത്രത്തെ കുറിച്ചും അതിന്റെ ഘടനയെ കുറിച്ചും അത് നേരിടുന്ന മാറ്റങ്ങള്, അതിന്റെ ഉത്ഭവകാലം, കർമ്മക്ഷേത്രങ്ങളുടെ ജ്ഞാതാവ്, പിന്നെന്താണ് ജ്ഞാനത്തിന്റെ സ്വാധീനത, ഇതിനെ കുറിച്ചൊക്കെ ഞാൻ ഇനി വിശദമായിട്ട് നിനക്ക് പറഞ്ഞു തരാൻ പോകാണ്. നീ ഇനി അതിനെ കുറിച്ചെല്ലാം കേട്ടോളാനാണ് ഇവിടെ അർജുനനോട് ഭഗവാൻ പറയുന്നത്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിവരണങ്ങളിൽ നിന്ന് നേരിട്ട് പഠിക്കുന്നത് കൊണ്ട് ഈ അറിവെല്ലാം നേടാവുന്നതാണ്. ഒന്നോർക്കണം, സർവ്വ ശരീരങ്ങളിലും വാഴുന്ന പരമദിവ്യോത്തമ പുരുഷനും വ്യക്തിഗത ജീവാത്മാവും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ശ്രമിക്കണം. പ്രബലമായതിനെയും ദുർബലമായതിനെയും തുല്യമെന്ന് കരുതുന്നത് പോലെയാണത്. ഇപ്പൊ ഭഗവത്ഗീതയില് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിവരണങ്ങളിൽ നിന്ന് നേരിട്ട് പഠിക്കുന്നത് എന്താണ്? നമുക്ക് ഭഗവത്ഗീതയിൽ ഭഗവാൻ തരുന്ന ഉപദേശങ്ങൾ അത് നമുക്ക് നേരിട്ട് പഠിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ നമുക്ക് നേടാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ എന്താണ് ഒന്ന് ഓർക്കേണ്ടത്? ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കാരണം രണ്ടും രണ്ടാണ്. ജീവാത്മാവിന് പരമാത്മാവിന്റെ അംശമാണ് ജീവാത്മാവ്. അത് ഒന്നാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നത് എന്താണ്? തുല്യമെന്ന് കരുതുന്നത് പ്രബലമായതിനെയും ദുർബലമായതിനെയും തുല്യമാണെന്ന് കരുതുന്നത് പോലെയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. രണ്ടും രണ്ട് തന്നെയാണ്.
ഋഷിഭിർബഹുധാ ഗീതം ഛന്ദോഭിർവിവിധൈ പൃഥക് ബ്രഹ്മസൂത്രപദൈശ്ചൈവ ഹേതുമദ്ഭിർവിനിശ്ചിതൈ. പ്രവർത്തന മേഖലയെയും അതിന്റെ ജ്ഞാതാവിനെയും കുറിച്ചുള്ള ജ്ഞാനം വിവിധ വൈദിക കൃതികളിലൂടെ ഋഷീശ്വരന്മാർ നൽകിയിട്ടുണ്ട്. വിശേഷിച്ച് വേദാന്ത സൂത്രത്തിൽ കാര്യകാരണ സഹിതം ഇത് സമർത്ഥിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ പ്രവർത്തന മേഖലയെ കുറിച്ചും അതിന്റെ ജ്ഞാതാവിനെയും കുറിച്ചുള്ള ജ്ഞാനം വിവിധ വൈദിക കൃതികളിലൂടെ ഋഷീശ്വരന്മാര് നൽകിയിട്ടുണ്ട്. പലതരത്തിലുള്ള കൃതികളിലൂടെ എങ്ങനെ നൽകിയിട്ടുണ്ട്? ഋഷീശ്വരന്മാര് നമുക്ക് നൽകിയിട്ടുണ്ട്. വേദാന്ത സൂത്രത്തില് കാര്യകാരണ സഹിതം എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? ഈ ജ്ഞാതാവിനെ കുറിച്ചുള്ള ജ്ഞാനം, പ്രവർത്തന മേഖലയെ കുറിച്ചും ജ്ഞാതാവിനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം നൽകിയിട്ടുണ്ട്. പ്രവർത്തന മേഖലയും അതിന്റെ ജ്ഞാതാവിനെ കുറിച്ചുള്ള ജ്ഞാനം വിവിധ വൈദിക കൃതികളിലൂടെ ഋഷീശ്വരന്മാര് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എന്തിലാ പറഞ്ഞിരിക്കുന്നത്? വേദാന്ത സൂത്രത്തില് അതിനെക്കുറിച്ച് ഇത്തിരി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തന മേഖലകളെ കുറിച്ചും ജ്ഞാതാവിനെ കുറിച്ചിട്ടുള്ള അതിന്റെ ജ്ഞാതാവിനെ കുറിച്ചിട്ടുള്ള ആ ജ്ഞാനം അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ഇതില് നമ്മൾ പറയുന്നത് ഈ ഇപ്പൊ ഇവിടെ നമ്മൾ എന്തിനെ കുറിച്ചാണ്? ആത്മാവിനെ കുറിച്ചല്ലേ പറയുന്നത്? ശ്ലോകം ഏതാണ് നമ്മുടെ? 3. അഞ്ചാമത്തെ അല്ലെ. അതാണ് വിവിധ പ്രവർത്തന മേഖലയെയും അതിന്റെ ജ്ഞാതാവിനെയും കുറിച്ച് പ്രവർത്തന മേഖലയെ കുറിച്ചും അതിന്റെ ജ്ഞാതാവിനെയും കുറിച്ചും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തിനെ കുറിച്ചാ പറയുന്നത്? ഇവിടെ നമ്മള് ജീവാത്മാവിനെ കുറിച്ച് അല്ലെ, പ്രകൃതി, ജീവാത്മാവ്, പരമപുരുഷൻ, ഇതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ നമുക്ക് പറഞ്ഞിരുന്നത്, ജീവാത്മാവിനെ കുറിച്ച്. അപ്പൊ അതില് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് പറയാണ്, 5 കോശങ്ങൾ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നതാണ് എന്ത്? ഈ ജീവാത്മാവ് എന്ന് പറയുന്നത്. ഒന്ന് അന്നമയം, പ്രാണമയം, ജ്ഞാനമയം, വിജ്ഞാനമയം, ആനന്ദമയം. ഈ 5 എണ്ണം എങ്ങനെയാണ്? അന്നമയം, പ്രാണമയം, ജ്ഞാനമയം, വിജ്ഞാനമയം, ആനന്ദമയം. എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഉള്ളിയുടെ തോലുണ്ടല്ലോ, ഓരോ തോല് ഒഴിക്കും തോറും ഓരോന്നോരോന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റില്ല അതിന്റെ തോല്. അങ്ങനെ മാറ്റി കഴിയുമ്പോൾ നമുക്ക് ആരെ കാണാൻ സാധിക്കും? ആത്മാവിനെ കാണാൻ സാധിക്കും. ഈ 5 എണ്ണത്തിന്റെ ഉള്ളിലാണ് ആരിയ്ക്കുന്നത്? ആത്മാവിരിക്കുന്നത്. അന്നമയം, പ്രാണമയം, ജ്ഞാനമയം, വിജ്ഞാനമയം, ആനന്ദമയം. അന്നമയം എന്ന് പറഞ്ഞാല് അന്നത്തിൽ നിന്നുള്ള ശരീരം, അതാണ് എന്ത് പറയാ? അന്നത്തിൽ നിന്നുള്ള ശരീരം, അതായത് നാം ഭക്ഷിക്കുന്ന അന്നം കൊണ്ടാണ് നമ്മുടെ ഈ ദേഹം വളർന്നു വരുന്നത്. ഇത് സ്ഥൂലമായ ശരീരം, ജനനം, വളർച്ച, മരണം ഇതൊക്കെ സംഭവിക്കുന്ന നമ്മുടെ ആ ശരീരം, അതാണ് എന്ത്? അന്നമയം എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ അടുത്തത് എന്ത് വരുന്നുണ്ട്? പ്രാണമയം വരുന്നത്. പ്രാണമയം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ നിലനിർത്തുന്ന ആ പ്രാണശക്തി, അതാണ് എന്ത്? പ്രാണമയം എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മുടെ ശരീരം പറഞ്ഞു, അന്നമയം എന്ന് വെച്ചാൽ നമ്മളെ ഈ അന്നം കൊണ്ട് നമ്മൾ നിലനിർത്തുന്ന നമ്മുടെ ശരീരം. അതിന്റെ ഉള്ളിൽ പിന്നെ എന്ത് വന്നു? പ്രാണമയം വന്നു. അപ്പൊ പ്രാണമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവൻ നിലനിർത്തുന്ന പ്രാണശക്തി, അതായത് ശ്വാസം, രക്തചംക്രമണം, ദഹനം മുതലായ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് എന്ത്? പ്രാണമയത്തിൽ വരുന്നത്. അപ്പൊ 5 പ്രധാനപ്പെട്ട പ്രാണനുണ്ട്. ഏതൊക്കെയാണ്? പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. 5 തരത്തിലുള്ള പ്രാണനുണ്ട്. എന്താണ്? പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ഈ 5 പ്രാണൻ. ഇനി അതും കഴിഞ്ഞാലോ അടുത്തെടുക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും? ജ്ഞാനമയം. ഇതിന്റെ അപ്പുറത്താണ് ജ്ഞാനമയം വരുന്നത്. മനസ്സും ഇന്ദ്രിയങ്ങളും, അതിലാണ് എന്ത് വരുന്നത്? ജ്ഞാനമയം വരുന്നത്. അപ്പൊ നമുക്ക് ജ്ഞാനമയം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തകള്, സംശയങ്ങള്, വികാരങ്ങള്, ഇതിന്റെ ഒക്കെ കേന്ദ്രമാണ് എന്ത്? ജ്ഞാനമയം. അപ്പൊ നമ്മളെ സുഖദുഃഖങ്ങളൊക്കെ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നതും അതിനെ കുറിച്ചൊക്കെ ഫീൽ ചെയ്യുന്നതൊക്കെ എവിടെയാണ് വരുന്നത്? ജ്ഞാനമയത്തിലാണ് വരുന്നത്. ഇനി അതിന്റെ അടുത്ത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വിജ്ഞാനമയം കിട്ടും. വിജ്ഞാനമയം എന്ന് പറഞ്ഞാൽ എന്താണ്? വിജ്ഞാനം, ബുദ്ധി, നമ്മുടെ ഇന്റലിജൻസ്, ബുദ്ധിയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുക, വിവേചിച്ചറിയാനുള്ള ശക്തി, ഇതൊക്കെ നമുക്ക് എങ്ങനെ, നമ്മൾ ആരാണ്, നമുക്ക് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബുദ്ധിയിലൂടെയാണ് നമുക്ക്. അപ്പൊ അതാണ് എന്തിൽ വരുന്നത്? വിജ്ഞാനമയത്തില് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലാണ് എന്ത്? ആനന്ദമയം. ആനന്ദമയം എന്ന് വെച്ചാൽ എന്താണ്? ആനന്ദത്തിന്റെ ഒരു ആവരണമാണ് എന്ത്? ആനന്ദമയം. അതായത് നമ്മൾ പറയാം ഒരു സൂക്ഷ്മമായിട്ടുള്ള ഒരു ആവരണം, ആനന്ദം അനുഭവിക്കുന്ന ഒരു അവസ്ഥ, ശാന്തതയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ, അതാണ് എന്ത്? ആനന്ദമയം. അപ്പൊ അന്നമയം കഴിഞ്ഞു, അത് തുറന്ന് പ്രാണമയത്തിലെത്തി, അതിന് ജ്ഞാനമയത്തിലെത്തി, വിജ്ഞാനമയത്തിലെത്തി, ആനന്ദമയത്തിലെത്തി. ഇതിന്റെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്? ആത്മാവിരിക്കുന്നത്. അപ്പോ ഈ 5 കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തിനു മനസ്സിലാക്കുന്നത്? ആത്മാവിനെ അറിയുന്നത് നമ്മള്. അപ്പൊ നമ്മൾ എന്താണ് അറിയുന്നത് ശരിക്കും? അതില് ആത്മാവ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്തറിയാൻ സാധിക്കും? പരമാത്മാവിനെയാണ്.
നമുക്ക് എന്തറിയാൻ സാധിക്കില്ല, നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ എന്തെല്ലാം അറിയും, നമ്മള് ശരീരമല്ല ആത്മാവാണെന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഇല്ലേ? ശരീരമല്ല, നമ്മള് ആത്മാവാണെന്നുള്ളൊരു സത്യം നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്ര ഉള്ളതിനെ പറ്റിട്ട്. ഇനി മഹാഭൂത്യാനഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചര ഇച്ഛദ്വേഷസുഖം ദുഃഖം സംഘാതശ്ചേതന ധൃതിഹി ഏതക്ഷേത്രം സമാസേന സാവികാരമുദാഹൃതം. 5 മഹാഭൂതങ്ങൾ, നിത്യഹങ്കാരം, ബുദ്ധി, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, 5 ഇന്ദ്രിയ വിഷയങ്ങള്, രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, സമദൃഷ്ടി, ജീവലക്ഷണങ്ങൾ, ദൃഢവിശ്വാസം എന്നിവയും ചുരുക്കത്തിൽ ക്ഷേത്രമായും അതിന്റെ പ്രതിപ്രവർത്തനങ്ങളായും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറഞ്ഞത്? 24 ഘടകങ്ങളുടെ സമൂഹത്തെയാണ് നമ്മൾ എന്ത് പറയണത്? കർമ്മക്ഷേത്രം എന്ന് പറയുന്നത്. കർമ്മക്ഷേത്രം എന്ന് പറഞ്ഞാല് നമ്മള് പ്രവർത്തിക്കാനായിട്ട് ഒരു സ്ഥലം വേണം, അതാണ് കർമ്മക്ഷേത്രം, നമ്മുടെ ശരീരം. അത് എങ്ങനെയാണ്? 24 ഘടകങ്ങളുടെ സമൂഹമാണ് ഈ കർമ്മക്ഷേത്രം എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയുണ്ട്? പഞ്ചമഹാഭൂതങ്ങള്, പിന്നെ വന്നിട്ട് ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, ഇന്ദ്രിയ വിഷയങ്ങള്, പിന്നെ മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങള്. ഈ കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഈ കർമ്മക്ഷേത്രത്തില് വരുന്നത്. ഇതിന്റെ സമൂഹം എന്ന് പറയുന്നത് ഈ 24 ഘടകങ്ങളാണ്. ഏതൊക്കെയാ വരുന്നത്? പഞ്ചമഹാഭൂതങ്ങള്, പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങള്, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങള്. രണ്ടാമത്തെ ഭാഗം അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ ഉത്തരം നൽകുന്നത് അമാനിത്തമതം പീത്വ അഹിംസ ശാന്തിരാർച്ചവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മാ വിനിഗ്രഹഃ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവ ച ജന്മമൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം അസക്തിരനഭിഷുങ്ക പുത്രധാരാഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു മയി ചാനന്യയോഗേന ഭക്തിരവ്യാഭിചാരിണി വിവിക്തദേശസേവിത്വം ജനസംസതി അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോന്യതഃ. ഇവിടെ എന്താ പറയുന്നത്? വിനയം, ഗർവില്ലായ്മ, അഹിംസ, ക്ഷമ, ലാളിത്യം, ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കൽ, ശുചിത്വം, സ്ഥൈര്യം, ആത്മസംയമനം, ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി, മിഥ്യാഹങ്കാരം ഇല്ലായ്മ, ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മകതയെ കുറിച്ചുള്ള ബോധം, വൈരാഗ്യം, മക്കൾ, ഭാര്യ, ഗൃഹം മുതലായവയിൽ നിന്നുള്ള മുക്തി, സുഖദുഃഖങ്ങളിൽ അക്ഷോഭ്യത, എന്നിൽ നിഷ്കളങ്കവും സ്ഥിരവുമായ ഭക്തി, ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കാനുള്ള ആഗ്രഹം, ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കൽ, ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യം അറിയുക, തത്വചിന്തയിലൂടെ നിരപേക്ഷ തത്വത്തെ കുറിച്ച് അന്വേഷിക്കൽ എന്നിവയെല്ലാം ജ്ഞാനമാണെന്നും അതല്ലാത്തതെല്ലാം അജ്ഞാനമാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഭഗവാൻ ഇവിടെ എന്താണ് ജ്ഞാനം, എന്താണ് അജ്ഞാനം എന്ന് പറയാണ്. അപ്പൊ ഏതൊക്കെയാണ് ജ്ഞാനം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? വിനയം. വിനയം എന്ന് വെച്ചാൽ എന്താണ്? തന്നെ മറ്റുള്ളവര് ബഹുമാനിക്കണമെന്ന് ദുർമോഹം ഇല്ലാതിരിക്കുക, ആരും എന്നെ ബഹുമാനിക്കണം എന്നുള്ളൊരു ദുർമോഹം നമുക്ക് ഇല്ലാതിരിക്കുക, അതാണ് വിനയം. ഗർവില്ലായ്മ. ഗർവില്ലായ്മ എന്ന് വെച്ചാല് നമുക്ക് എന്തില്ല, ഈ ശരീരമല്ല താനെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് മാനാപമാനങ്ങളൊന്നും പ്രശ്നമാക്കാത്തൊരവസ്ഥ, ആര് നമ്മളെ മാനിച്ചാലും അപമാനിച്ചാലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരവസ്ഥ, അതാണ് ഗർവില്ലായ്മ. അഹിംസ. അഹിംസ, ജനങ്ങളെ ആധ്യാത്മിക ബോധത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കാത്തവർ ഹിംസാനിരതരെന്ന് തന്നെ കരുതാം. അഹിംസ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കാത്തവര് ഹിംസാനിരതരാണെന്ന് പറയാം നമുക്ക്. അഹിംസ. പിന്നെന്താ പറഞ്ഞ? ക്ഷമ. ക്ഷമ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മറ്റുള്ളവരെ പുച്ഛിക്കുന്നതും അപമാനിക്കുന്നതും എല്ലാം പൊറുക്കാൻ പരിശീലിക്കുക. നമ്മൾ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ ക്ഷമിക്കുക. ലാളിത്യം. ശത്രുവിനോട് പോലും നമ്മൾ എന്ത് ചെയ്യുക? ആർജവത്തോടെ തുറന്നു പറയാനുള്ള കഴിവ്, അതാണ് ലാളിത്യം. ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കുക. അതായത് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്ക് എന്ത് ആവശ്യമാണ്? ഒരു ഗുരു നമുക്ക് ആവശ്യമാണ്. ഗുരുവിനെ ആരാവശ്യമാണ്? ഗുരു ആവശ്യമാണ്. ഗുരുവിനെ സമീപിക്കുക. ശുചിത്വം, അതായത് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള ശുചിത്വം, അതാണ് കുളിയിലൂടെ സാധിക്കും. പിന്നെ ആന്തരികമായിട്ടുള്ള ശുചിത്വം നാമജപത്തിലൂടെ സാധിക്കും. സ്ഥിരത, അതായത് സ്ഥൈര്യം, അതായത് ആധ്യാത്മിക ജീവിതത്തില് മുന്നേറാനുള്ള ദൃഢനിശ്ചയം ഉണ്ടാകുക.
ആത്മസംയമനം പാലിക്കുക, ആധ്യാത്മിക പുരോഗതിക്ക് ദോഷകരമായിട്ടുള്ള ഒന്നും അംഗീകരിക്കാതിരിക്കുക, ആധ്യാത്മിക പുരോഗതിക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങള് അംഗീകരിക്കാതിരിക്കുന്നത്. ഇന്ദ്രിയ വിഷയങ്ങളില് അനാസക്തി, ഇന്ദ്രിയ വിഷയങ്ങളിൽ നമുക്ക് എന്തുണ്ടാവാം, ആസക്തി ഇല്ലാതിരിക്കുക, ആവശ്യമില്ലാതെ വാശിക്ക് നാം വഴങ്ങി പോകരുത്. അതായത് ഇന്ദ്രിയ വിഷയങ്ങളിൽ നമുക്ക് എന്തുണ്ടാവണം, ആസക്തി ഉണ്ടാകുന്നില്ല, അതിനോട് അനാസക്തരായിരിക്കുക. പിന്നെ മിഥ്യാഹങ്കാരം ഇല്ലായ്മ, ഞാൻ ശരീരമോ മനസ്സോ ആണെന്ന് നിരസിക്കുക, കൃഷ്ണന്റെ സേവകനാണെന്ന് അംഗീകരിക്കുക. നമ്മള് മിഥ്യാഹങ്കാരം വെച്ചാൽ ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, നമ്മള് ശരീരമാണെന്നോ നമ്മൾ മനസ്സാണെന്ന് നിരസിക്കുക, നമ്മൾ അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. നമ്മൾ ആരാണ്, ഭഗവാന്റെ നിത്യദാസന്മാരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആരാണ്, എപ്പോഴും ഭഗവാന്റെ നിത്യദാസന്മാര്, സേവകന്മാരാണ് നമ്മള്. പിന്നെ ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മതയെ കുറിച്ചുള്ള ബോധം, അതായത് ജന്മ മൃത്യു ജരാവ്യാധി നമുക്ക് സംഭവിക്കുന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാകാം. ശരിയായ ഉറവിടത്തിൽ നിന്ന് ഇതിനെ കുറിച്ച് നമ്മൾ എവിടെന്നാ കേൾക്കേണ്ടത്, ശരിയായൊരു ഉറവിടത്തിൽ നിന്നായിരിക്കണം നമ്മൾ കേൾക്കേണ്ടത്. ഭൗതികമായ ജീവിതത്തോട് നമുക്ക് വെറുപ്പ് തോന്നണം, ഇങ്ങനെ വൈരാഗ്യം ഉണ്ടാകണം. അതായത് വൈരാഗ്യം ഉണ്ടാവുന്ന വെച്ചാൽ ഭഗവാന് വേണ്ടിയിട്ട് എല്ലാം ത്യജിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. മക്കൾ, ഭാര്യ, ഗൃഹം മുതലായവ നിന്നുള്ള മുക്തി എന്ന് പറഞ്ഞാല് കൃഷ്ണാവബോധത്തോടെ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് പരിശീലിക്കുക. അല്ല, കൃഷ്ണാവബോധത്തിന് അനുകൂലമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ത്യജിക്കാൻ പഠിക്കണം ഓരോ കാര്യങ്ങള്. സുഖദുഃഖങ്ങളിൽ അക്ഷോഭ്യത, അതായത് ഭൗതികമായ നേട്ടത്തിലോ നഷ്ടത്തിലോ നമുക്ക് എന്ത് വരുന്നില്ല, ആഹ്ലാദിക്കുന്നുമില്ല, നമ്മൾ വിഷമിക്കും ചെയ്യുന്നില്ല. അതാണ് സുഖദുഃഖങ്ങളിലെ അക്ഷോഭ്യത. ഭഗവാനിന് സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി, നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി ഭഗവാനോടുള്ള, അതായത് നവവിധ ഭക്തിയിലൂടെ ഏർപ്പെടുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത്, ജ്ഞാനം എന്ന് പറയുന്നത്. ഇതല്ലാത്തതൊക്കെ എന്താണ്, അജ്ഞാനമാണ്. ഇതിൽ ഈ 4 കൂടി ഉണ്ട് അല്ലെ. ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കാനുള്ള ആഗ്രഹം, ഭൗതികവാദികളുമായി ഇടപഴകാൻ ആഗ്രഹിക്കാതെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ അഭക്തന്മാരുമായിട്ടുള്ള സംസർഗം ഒഴിവാക്കുന്നത്. ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യം അറിയുക, അതായത് വ്യർത്ഥ വിനോദങ്ങള്, സിനിമാ പ്രദർശനങ്ങള്, സാമൂഹ്യ ആഘോഷങ്ങള്, ഇതിനൊന്നും സമയം പാഴാക്കാതെ ഒഴിവാക്കുന്നത് ഇരിക്കുക. പിന്നെ തത്വചിന്തയിലൂടെ നിരപേക്ഷ തത്വത്തെ കുറിച്ച് അന്വേഷിക്കുക, ഉപയോഗശൂന്യമായ ഗവേഷണങ്ങളും തത്വശാസ്ത്ര വിഷയങ്ങളും നിരസിക്കുക. ഇതൊക്കെയാണ് എന്ത് പറയണത്, ജ്ഞാനത്തില് വരുന്നത്. ഇതല്ലാത്തൊക്കെ എന്താണ്, അജ്ഞാനമാണ്. ഈ ഗുണങ്ങൾ വളർത്തിയെടുക്കലാണ് ഈ അറിവ് നേടുന്നതിന്റെ യഥാർത്ഥ രീതി. നമ്മൾ ഇതൊക്കെ എന്തിനാ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ അറിയേണ്ടത്. ജ്ഞാനം എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്കത് വളർത്തണോ വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അറിയേണ്ടതും അറിയേണ്ടവയും എല്ലായിടത്തും നിലനിൽക്കുന്നതും സർവവ്യാപിക്കുന്നതുമായ പരമാത്മാവിനെ അറിയാൻ ആത്മാവിന് കഴിയും. പരമാത്മാവിന് അതീന്ദ്രിയ ഇന്ദ്രിയങ്ങളുണ്ട്. പരമാത്മാവാണ് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഉറവിടം. പരമാത്മാവ് എല്ലാ ജീവജാലങ്ങളെയും പരിപാലിക്കുന്നു. അപ്പൊ ഭഗവാനാണ് എല്ലാത്തിന്റെ ഉറവിടം, എല്ലാത്തിനെയും പരിപാലിക്കുന്നതും ഭഗവാനാണ്. ഭഗവാൻ അതീന്ദ്രിയമായിട്ടുള്ള ഇന്ദ്രിയങ്ങളും ഉണ്ട്. അപ്പൊ ഭക്തന് മാത്രമാണ് എന്ത് സാധിക്കുന്നത്, കർമ്മക്ഷേത്രം, ജ്ഞാനത്തിന്റെ പ്രക്രിയ, ആത്മാവിനെയും പരമാത്മാവിനെയും മനസ്സിലാക്കാൻ ആർക്കേ സാധിക്കുള്ളൂ, ഭക്തന് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് 19ാമത്തെ ശ്ലോകത്തില് പറയുന്നത്. നമുക്ക് നോക്കാം. ജ്ഞേയം യത്ത് പ്രവക്ഷ്യാമി യജ്ഞാതോമൃതം അശ്നുതേ അനാദിമത്പരം നാസദുച്യതേ. എത്രാമത്തത്, 13ാമത്തെ ശ്ലോകം. ആശാമാതജിനെ ഞാനൊന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. മദന്റെ ഫോണിൽ ഡിസ്റ്റർബ് വരാറുണ്ട് ഇടയ്ക്ക് നമ്മള്. ഹരേ കൃഷ്ണ. ഏതൊന്നിന്റെ സത്ത് തന്ന ഒരുമിച്ച് സത്തന്നാന്ന് ഈ നോട്ട്സില്, മദാജിയുടെ നോട്ടില്. അതെ, സത്തന്നാന്ന് അതിവിടെ പറയുന്നത്. എന്താ പറയുന്നത്, ബ്രഹ്മ അനാദി മത്പരം
ബ്രഹ്മ ബ്രഹ്മ തത്ത്, ബ്രഹ്മ കഴിഞ്ഞിട്ട് തത് സത് എന്നാ പറയുന്നത് അവിടെ. തത് സത് അസത്ത് എന്ന് പറയുന്നുണ്ട്. അസത്ത് ന ഉച്യത്തെ എന്നാ പറയുന്നത്. മീനിങ് വെച്ച് നോക്കുമ്പോ അതിൽ കുറച്ച് വ്യത്യാസം ഉണ്ട്. അതാണ് എനിക്ക് മനസ്സിലായത്. അത് ബ്രഹ്മ തത്ത് എന്ന് പറഞ്ഞ ബ്രഹ്മ സത്ത് തന്ന സതുച്യതേ, അതാണ് അങ്ങനെ വായിച്ചാൽ മതി. സത്ത് തന്ന സതുച്യതേ, അത് കുട്ടി വായിച്ച സത്ത് തന്ന സതുച്യതേ. അങ്ങനെ വിവരിച്ചാണ് ഞങ്ങളുടെ ബുക്കിലുള്ളത്. സത്ത് തന്ന സതുച്യതേ കുട്ടി വായിച്ചാൽ മതി. രണ്ടും തന്നെയാണ്. അത് ഒരുമിച്ചിട്ടുന്നല്ലേ ഉള്ളൂ ഇതില്. സത് പ്ലസ് തന്ന. സത്തന്ന സതുച്യതേ. അതിനകത്ത് സത്തന്നാന്ന് രണ്ടാക്കി എഴുതിയിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. അല്ല, അതില് നമ്മളെ മീനിങ് വെച്ച് പറയുമ്പോ അതില് ഇല്ലാത്ത പറയുന്നില്ല. അത് മത്പരം അനാദി ആദി ഇല്ലാത്തതായിട്ട് മത്പരം എന്നിൽ ആശ്രിതനായ, അത് കഴിഞ്ഞിട്ട് ബ്രഹ്മം, മത്പരം കഴിഞ്ഞ ബ്രഹ്മസത്ത്, പിന്നെ തത്ത് പറയുന്നത്. പിന്നെ തത്ത് അതെ, പിന്നെ സത്ത് പറയുന്നുണ്ട്. സത്ത് ഓക്കെ, സത്ത് കഴിഞ്ഞിട്ട് പിന്നെ അസത്ത് എന്നാ പറയുന്നത്. പിന്നെ നൗച്യതേ എന്നാ പറയുന്നത്. ഉച്യതേ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിൽ ചെറിയൊരു ഇത് വന്നത് അവിടെ. ഏതൊന്നിന്റെ അറിവ് സനാതനമായതിനെ ആസ്വദിക്കുന്നതിന്, അങ്ങനെ വരുമ്പോ നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. മീനിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നോക്കി പറയാൻ പറ്റും. പിന്നെ ഏതൊന്നിന്റെ അറിവ് സനാതനമായതിനെ ആസ്വദിക്കുന്നതിനുതകുമോ ന്യായമായ അതിനെപ്പറ്റി ഞാൻ വിവരിച്ചു തരാം. അനാദിയും എന്നെ ആശ്രയിച്ചുള്ളതുമാണ് ബ്രഹ്മം. ഭൗതിക ലോകത്തിലെ കാര്യകാരണങ്ങൾക്ക് അതീതമാണ് ഇത്. ഇവിടെ എന്താ പറഞ്ഞത്? ഏതൊന്നിന്റെ അറിവാണോ ഈ സനാതനമായതിനെ ആസ്വദിക്കാൻ ഉതകുന്നത്, ന്യായമായ അതിനെപ്പറ്റി ഞാൻ നിനക്ക് വിവരിച്ചു തരാം. അനാദിയും എന്നെ ആശ്രയിച്ചുള്ളതുമാണെന്ത്? ബ്രഹ്മം എന്ന് പറയുന്നത് അനാദിയാണത്. പിന്നെ ഭഗവാനെ ആശ്രയിക്കുന്നതുമാണത് ബ്രഹ്മം. അപ്പൊ ഭൗതിക ലോകത്തിലെ എല്ലാ കാര്യകാരണങ്ങൾക്കും അതീതമാണെന്ത്? ഈ ബ്രഹ്മം എന്ന് പറയുന്നതും. ഇതിനെ കുറിച്ച്, ഈ അറിവിനെ കുറിച്ച് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കാണ്. സർവതാ പാണിപാദം തത് സർവതോക്ഷിര ശിരോമുഖം സർവതാ ശ്രുതിമല്ലോകേ സർവാമാവൃത്യ തിഷ്ഠതി. കൈകാലുകളും തലകളും മുഖങ്ങളും നേത്രങ്ങളും ചെവികളും എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ട് പരമാത്മാവ് സർവ്വവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു. അപ്പൊ പരമാത്മാവ് എങ്ങനെയാണ്? സർവ്വവ്യാപിയാണ് പരമാത്മാവ്. ആ സർവ്വവ്യാപിയായ പരമാത്മാവ് എങ്ങനെയാണ് നിലകൊള്ളുന്നത്? കൈകാലും തലയും കൈയും കാലും തലകളും മുഖങ്ങളും നേത്രങ്ങളും ചെവികളും എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ടാണ് ആര് നിലനിൽക്കുന്നത്? സർവ്വവ്യാപിയായിട്ട് ഭഗവാൻ പരമാത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നത്. എണ്ണമറ്റ രശ്മികൾ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ പോലെയാണ് പരമാത്മാവ്. സർവ്വവ്യാപ്തമായ രൂപത്തിൽ അദ്ദേഹം നിലകൊള്ളുന്നു. അപ്പോ സൂര്യനെ പോലെ, സൂര്യന്റെ രശ്മികൾ എങ്ങനെയാണ്? ചുറ്റും പ്രസരിച്ചു കൊണ്ടിരിക്കുന്നതാണ് സൂര്യന്റെ രശ്മി. അതേപോലെ തന്നെ എല്ലാവിടും പരന്നിരിക്കുന്നതാണ് ആര്? സർവ്വവ്യാപ്തമായ രൂപത്തിൽ ഭഗവാൻ സർവ്വവ്യാപിയായിട്ട് പരമാത്മാവായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ നിലകൊള്ളുന്നു. സർവേന്ദ്രിയാ ഗുണാഭാസം സർവേന്ദ്രിയാ വിവർജിതം അസക്തം സർവപൃച്ഛൈവ നിർഗുണം ഗുണഭോക്തിച്ച. സർവ ഇന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനമാണ് പരമാത്മാവ്. എന്നിരുന്നാലും അവിടത്തേക്ക് ഇന്ദ്രിയങ്ങളില്ല. അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനം ആരാണ്? പരമാത്മാവാണ്. പക്ഷെ എന്നിരുന്നാലും ഭഗവാൻ എന്തില്ല? ഇന്ദ്രിയങ്ങളില്ല. സകല ജീവജാലങ്ങളെയും നിലനിർത്തി പോരുന്നെങ്കിലും അനാസക്തനാണ്, ത്രിഗുണങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ. അതേസമയം തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ യജമാനനുമാണ് അദ്ദേഹം. അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തിക്ക് സ്ഥാനം ആരാണ്? ഭഗവാനാണ്. പരമാത്മാവ് ഭഗവാനാണ്. എന്നിരുന്നാലും ഭഗവാൻ എന്തില്ല? ഇന്ദ്രിയങ്ങളില്ല. സകല ജീവജാലങ്ങളെയും നിലനിർത്തി പോരുന്നെങ്കിലും അനാസക്തനാണ്, ത്രിഗുണങ്ങൾക്ക് അതീതനാണ്. അതേസമയം തന്നെ എന്താണ്? ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ യജമാനനും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്.
പരമാത്മാവിന്റെ ഇന്ദ്രിയങ്ങൾ അഭൗതികങ്ങളാകയാൽ അവയെ നിർഗുണങ്ങൾ എന്ന് പറയുന്നു. ഗുണങ്ങൾ എന്നാൽ ഭൗതിക ഗുണങ്ങൾ എന്നർത്ഥം. അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഭൗതികതയുടെ ആവരണങ്ങളില്ല, അത് നമ്മുടേത് പോലെയല്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ പരമാത്മാവിന്റെ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ്? ഭൗതികമാണ്, ഭൗതികമായിട്ടുള്ളതല്ല പരമാത്മാവിന്റെ ഇന്ദ്രിയങ്ങള്. അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് പറയാം? നിർഗുണങ്ങൾ എന്ന് പറയാം. ഭഗവാന് ഒരിക്കലും എന്ത് ബാധിക്കുന്നില്ല? ഗുണങ്ങള് ഭഗവാനെ സ്വാധീനിക്കുന്നില്ല. നമ്മളെയാണ്, ജീവാത്മാവിനെയാണ് എന്ത് സ്വാധീനിക്കുന്നത്? ഈ ഗുണങ്ങള് സ്വാധീനിക്കുന്നത്. ഭഗവാന്റെ ഇന്ദ്രിയങ്ങള് അഭൗതികമായതുകൊണ്ട് തന്നെ ഗുണങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ. ഭഗവാൻ നിർഗുണനാണ്. ഭഗവാൻ ഗുണങ്ങള് ഭഗവാനെ സ്വാധീനിക്കുന്നില്ല. പക്ഷെ ജീവാത്മാവിന് അങ്ങനെയല്ല. ആ ഗുണങ്ങള് ഭഗവാൻ ജീവാത്മാക്കളെ സ്വാധീനിക്കുന്നു. അതിനനുസരിച്ചുള്ളൊരു സ്വഭാവം രൂപീകരിക്കപ്പെടും, പ്രവർത്തികൾ വരും. ഇതൊക്കെ ജീവാത്മാവിൽ സംഭവിക്കും. പക്ഷെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് എന്തില്ല? ഭൗതികമായിട്ടുള്ള ആവരണങ്ങളില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ ഇന്ദ്രിയങ്ങളും ഒരേപോലെയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാന് കണ്ണുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കും, കാണാനും പറ്റും. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ മാത്രമേ സാധിക്കുള്ളൂ. ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവ ച സൂക്ഷ്മത്വാത് വിജ്ഞേയം ദൂരസ്ഥം ചാന്തികേശത്. പരമതത്വം ചരങ്ങളും അചരങ്ങളുമായ എല്ലാ ജീവികളുടെ ഉള്ളിലും പുറത്തും കുടികൊള്ളുന്നു. അതിസൂക്ഷ്മഭാവം മൂലം ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനോ അറിയാനോ കഴിയില്ല. അതിദൂരസ്ഥനെങ്കിലും ഏവർക്കും സമീപസ്ഥനുമാണ് അദ്ദേഹം. അപ്പൊ പരമതത്വം, പരമസത്യമായിട്ടുള്ള ആ ഭഗവാൻ സർവചരാചരങ്ങളുടെയും ജീവികളുടെ ഉള്ളില് പുറത്തും കുടികൊള്ളുന്നതാണ് ആര്? ആ പരമതത്വമായിട്ടുള്ള എല്ലാ ചരാചരങ്ങളുടെയും എല്ലാ ജീവികളുടെയും ഉള്ളിലും പുറത്തും കുടികൊള്ളുന്നതാണ് ആ പരമസത്യം, ആ പരമതത്വമായിട്ടുള്ള ഭഗവാൻ. അതിസൂക്ഷ്മത ഭാവം മൂലം ഭൗതികമായ ഇന്ദ്രിയങ്ങൾക്ക് എന്ത് സാധിക്കില്ല? ഈ പരമതത്വത്തെ, ആ പരമസത്യത്തെ മനസ്സിലാക്കാനോ കാണാനോ അറിയാനോ നമുക്ക് സാധിക്കുന്നില്ല. അതിദൂരസ്ഥനെങ്കിലും എല്ലാവർക്കും സമീപസ്ഥനാണ് ഭഗവാൻ. ഭഗവാൻ എവിടെയാണ്? ഗോലോക വൃന്ദാവനത്തില് ഭഗവാന്റെ ധാമത്തിലാണ്. പക്ഷെ നിരന്തരം ഭഗവാനെ സ്മരിക്കുന്നതിലൂടെ ഭഗവാൻ നമ്മുടെ സമീപസ്ഥനാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കൃഷ്ണാവബോധ പരിശീലനത്താൽ ഇന്ദ്രിയ മനസ്സുകളെ പവിത്രീകരിച്ച് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് മാത്രം നിരന്തരം ഭഗവത് ദർശനം സാധ്യമാകും. അപ്പൊ നിരന്തരം ഭഗവാനെ ദർശിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നത്? കൃഷ്ണാവബോധത്തിലൂടെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ മനസ്സിനെ പവിത്രീകരിച്ചുകൊണ്ട് ഭക്തിയുടെ സേവനം ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് എന്ത് സാധിക്കും? നിരന്തരം ഭഗവാന്റെ ദർശനം സാധിക്കും, ഭഗവാനെ സമീപത്തിൽ കാണാനായിട്ട് സാധിക്കും. അവിഭക്തം ച ഭൂതേഷു വിക്തമീവ ഒരു മിനിറ്റ്. അവിഭക്തം ച ഭൂതേഷു വിഭക്തിവ ച സ്ഥിതം. ഓക്കെ മാതാജി. അവിഭക്തം ച ഭൂതേഷു വിഭക്തിമിവ ച സ്ഥിതം ഭൂതകർത്തിച്ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. ചിലപ്പോ ഇതിലൊരു വേർഡ് വിട്ടുപോകും, ചില ലെറ്റർ വിട്ടുപോകും. അതുകൊണ്ടാണ് ബുക്കിൽ വെച്ച് കൺഫേം ചെയ്യുന്നത്. അപ്പൊ ഓരോ ജീവിയിലും അപ്പൊ എന്താണ്? ഓരോ ജീവിയിലും എന്താണ്? വെവ്വേറെ കാണപ്പെടുന്നുണ്ടെങ്കിലും പരമാത്മാവ് എങ്ങനെയാണ്? പരമാത്മാവ് എല്ലാ ജീവിയിലും കാണപ്പെടുന്നെങ്കിലും, ഓരോ ജീവിയിലും വെവ്വേറെ കാണപ്പെടുന്നെങ്കിലും പരമാത്മാവ് അവിഭാജ്യനാണ്. അപ്പൊ ഒരു പരമാത്മാവാണ് എല്ലാ ജീവിയിലും കാണപ്പെടുന്നത്. എത്ര ജീവാത്മാക്കൾ ഉണ്ട്? എത്ര തരമുണ്ട്? 84 ലക്ഷം. 84 ലക്ഷം ജീവാത്മാക്കൾ. എല്ലാത്തിലും എന്തുണ്ട്? അതിൽ ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള എല്ലാത്തിലും പരമാത്മാവായിട്ട് ഭഗവാൻ ഉണ്ട്. ആ ഭൂതജാലത്തെ നിലനിർത്തുന്നതോടൊപ്പം ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ജീവാത്മാക്കളെ നിലനിർത്തുന്നു, സംഹരിക്കുന്നു, സൃഷ്ടിക്കുന്നതെല്ലാം ആര് തന്നെയാണ്? ഈ ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കണം. ഉച്ചസ്ഥനാവുമ്പോൾ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിലാണെന്ന് പറയും. എന്നാൽ 5000 നാഴിക ദൂരെ എല്ലാ ദിക്കുകളിലേക്കും സഞ്ചരിച്ചാലും സൂര്യൻ എവിടെ എന്ന ചോദ്യത്തിന് തലയ്ക്ക് മുകളിൽ നിന്നായിരിക്കും ഉത്തരം. അപ്പൊ നമുക്ക് സൂര്യൻ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ വെച്ചിട്ട് കാണാൻ സാധിക്കും. നമുക്ക് എന്നിട്ട് 5000 നാഴിക ദൂരം നമ്മൾ ചെന്നിട്ട് നോക്കിയാലും, നമ്മൾ അപ്പം നോക്കിയാലും സൂര്യൻ എവിടെ കാണാം? നമ്മുടെ തലയ്ക്ക് മുകളിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതേപോലെ
സൂര്യൻ ഓരോ സ്ഥലത്ത് അനേകം പേർക്ക് പ്രത്യക്ഷീഭവിക്കുന്നത് പോലെ ഭഗവാൻ തന്റെ വൈഭവത്താൽ പലയിടത്തും അസംഖ്യം പേർക്ക് പ്രത്യക്ഷനാകുന്നു. അപ്പൊ അതേപോലെ തന്നെ ഭഗവാൻ എന്താണ്, ഭഗവാന്റെ വൈഭവം കൊണ്ട് ഒരേപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഭഗവാനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാരദ മഹർഷി എവിടെ പോയപ്പോഴാണ്? കൊട്ടാരത്തിൽ പോയപ്പോ അല്ലെ. ഇപ്പൊ ഇന്ന് നമ്മൾ ഭാഗവതം ക്ലാസ്സിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓർമ്മ വന്നോ? ഭഗവാൻ രാജ്ഞിമാരുടെ അടുത്ത് ഹസ്തിനപുരിയിൽ നിന്ന് ദ്വാരകയിൽ തിരിച്ചെത്തിയിട്ട് ഇന്ന് ക്ലാസ്സിൽ കയറിയവരുണ്ടായിരുന്നില്ലേ രാവിലെ? നമ്മളെന്താ ഭഗവാന്റെ 16,000 ഭാര്യമാര് ഒരേ സമയം എല്ലാ ഭാര്യമാരുടെ അടുത്തേക്കും ഗൃഹസ്ഥനായിക്കൊണ്ട് എല്ലാ ഭാര്യമാരുടെ അടുത്തും ഒരുപോലെ കണ്ടു. ഒരേ സമയത്ത് ഭഗവാന്റെ വൈഭവത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഒരേ സമയം തന്നെ നമുക്ക് എന്ത് സാധിക്കാണ്? ഭഗവാൻ എല്ലാവരടുത്തും എല്ലാ പത്നിമാരുടെ അടുത്തും ഒരേ സമയം ഭഗവാൻ പ്രവേശിക്കുകയാണ്. ഇപ്പൊ നാരദ മഹർഷി ഇത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി പോയപ്പോ ഇപ്പൊ സത്യഭാമയുടെ കൊട്ടാരത്തിൽ ചെന്നപ്പോ സത്യഭാമയുടെ ഒപ്പം ഭഗവാൻ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് രുക്മിണിയുടെ കൊട്ടാരത്തിൽ പോയപ്പോ അവിടെയും ഭഗവാൻ ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ നോക്കുമ്പോഴെല്ലാവരും ഭഗവാൻ ഉണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ ഒപ്പം ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അപ്പോ ഭഗവാൻ ഒരേ സമയം തന്നെയാണ് ഭഗവാന്റെ വൈഭവം കൊണ്ട് അസംഖ്യം രീതിയിൽ ഭഗവാന് പ്രത്യക്ഷനാകാനായിട്ട് ഭഗവാന് സാധിക്കുന്നു. ജ്യോതിഷാമപി തജ്ജ്യോതി തമസ്താപരമുച്യത്തെ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. അദ്ദേഹമാണ് സർവ്വ ജ്യോതിസുകളുടെയും സ്രോതസ്. ഭഗവാൻ എല്ലാ ജ്യോതിസുകളുടെയും സ്രോതസ് ഭഗവാനാണ്. പദാർത്ഥനിഷ്ഠമായ തമസിനെ അതിക്രമിച്ച് നിൽക്കുന്നതും അവ്യക്തമായിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ്. അറിവും ഭഗവാനാണ്, അറിയേണ്ടതും ഭഗവാനെയാണ്. അറിവിന്റെ ലക്ഷ്യവും ഭഗവാൻ തന്നെയാണ്. സർവ്വ ഹൃദയങ്ങളിലും കുടികൊള്ളുന്നതും ആര് തന്നെയാണ്? ആ പരമപുരുഷനായ ഭഗവാൻ തന്നെയാണ്. അപ്പൊ എല്ലാവരിലും നിലനിൽക്കുന്നത് ഈ ഭഗവാൻ തന്നെയാണ്. അറിയേണ്ടതും ഭഗവാനാണ്, അറിവും ഭഗവാനാണ്. എല്ലാവരുടെ ലക്ഷ്യവും എന്ത് തന്നെയാണ്? ഭഗവാനെ തന്നെയാണ്. പരമപുരുഷനായ ഭഗവാൻ പരമാത്മാവാണ്. പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ആരാണ്? പരമാത്മാവാണ്, പ്രഭുവാണ്. സർവ്വജീവികളുടെയും യജമാനനാണ് ഭഗവാൻ. തന്മൂലം അവയുടെ എല്ലാം ആത്യന്തിക ആശ്രയം ആര് തന്നെയാണ്? എല്ലാവരുടെയും ആത്യന്തിക ആശ്രയം ഭഗവാൻ തന്നെയാണ്. അപ്പൊ ജീവാത്മാവും പരമാത്മാവും എക്കാലത്തും വ്യത്യസ്തങ്ങളാണെന്ന സത്യം അനിഷേധ്യമായി തീരുന്നു. അപ്പൊ നമുക്ക് നിഷേധിക്കാൻ സാധിക്കാത്തതാണ് അല്ലെ. അനിഷേധ്യമായി തീരുന്നതാണ് എന്ത്? ജീവാത്മാവും പരമാത്മാവും എക്കാലത്തും വ്യത്യസ്തങ്ങളാണെന്ന് ഉള്ള സത്യം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ എത്രാമത്തേത്? 18ാമത്തെ അല്ലെ. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസതഃ മദ്ഭക്ത ഏതജിജ്ഞായ മദ്ഭാവായോപപത്യത്തെ. കർമ്മക്ഷേത്രം അതായത് ശരീരം, ജ്ഞാനം, ന്യായം എന്നിവയെ പറ്റി ഞാൻ സംക്ഷിപ്തമായി വിവരിച്ചു കഴിഞ്ഞു. എന്റെ ഭക്തന്മാർക്ക് മാത്രം ഈ വിഷയങ്ങൾ മനസ്സിലാക്കി എന്നെ പ്രാപിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്ക് മാത്രമേ അറിയുള്ളൂ? എന്റെ ഭക്തന്മാർക്ക് മാത്രമേ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് അറിയാൻ സാധിക്കുള്ളൂ? ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമാണ് ഈ ശരീരത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും എല്ലാം ഭഗവാൻ സംക്ഷിപ്തമായിട്ട് വിവരിച്ചത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്തവർക്ക് അറിയാൻ സാധിക്കില്ല. അപ്പൊ ഇത് മനസ്സിലാക്കുന്നവർക്ക് എന്ത് സാധിക്കും? ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. ശരീരം, ജ്ഞാനം, ന്യായം ഇവയെ പറ്റി ഭഗവാൻ ചുരുക്കി പ്രതിപാദിച്ചുവല്ലോ. 3 വിഷയങ്ങളുടെ സങ്കലനമാണ് ജ്ഞാനം. അപ്പൊ ഈ ജ്ഞാനം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ശരീരത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ഈ ഭഗവാൻ ഈ ചുരുക്കി പറഞ്ഞ ഈ 3 വിഷയങ്ങളുടെ സങ്കലനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജ്ഞാനം. എന്തൊക്കെയാണ് പറയുന്നത്? അറിയുന്നവൻ, അറിയേണ്ടത്, അറിവിന്റെ പ്രക്രിയ. ഈ 3 ഘടകങ്ങളുടെ സങ്കലനമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അറിയുന്നവൻ ആരെ കുറിച്ചാണോ അറിയേണ്ടത്, പിന്നെ അറിവിന്റെ പ്രക്രിയ എന്താണോ, അറിയുന്നവൻ ആരാണോ, ഇതാണ് എന്ത്? ജ്ഞാനം. അതായത് അറിയുന്നവൻ ആരായിരിക്കും? ആത്മാവ്. അറിയേണ്ടത് ആരെ കുറിച്ചാണ്? ഭഗവാനെ കുറിച്ച്. അറിവിന്റെ പ്രക്രിയ എന്താണ്? നമുക്ക് അറിവിന്റെ പ്രക്രിയ നമ്മള് സേവനം ചെയ്യുന്നത്, സേവനത്തിലൂടെ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നു. അപ്പൊ ഇതെല്ലാം എന്തിൽ വരും?
ജ്ഞാനം എന്നതില് വരും. ഇവ മൂന്നും ചേരുമ്പോൾ വിജ്ഞാനം അഥവാ ജ്ഞാനശാസ്ത്രമാകുന്നു. പരിപൂർണമായ ജ്ഞാനം ഗ്രാഹ്യമാകുന്നത് വിശുദ്ധ ഭഗവത് ഭക്തന്മാർക്ക് മാത്രമാണ്. അപ്പൊ പരിപൂർണമായിട്ടുള്ള ഈ ഒരു ജ്ഞാനം ഗ്രാഹ്യമാകുന്നത് എങ്ങനെയാണ്? വിശുദ്ധ ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമാണ് ഈ ഒരു ജ്ഞാനം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഭക്തന്മാർക്കല്ലാത്തവർക്ക് ഇത് അറിയാനായിട്ട് സാധിക്കില്ല. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഒന്നുകൂടെ കൃഷ്ണ. പറയണേ മാതാജി. ഒരു മിനിറ്റ് മതി. ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ എന്ന് പറയണേ. കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ. 19 ഏത് ശ്ലോകമായിരുന്നു? 19 അല്ലേ ഇരുന്നത്? ആ അതെ മാതാജി. 19. അതായത് ക്ഷേത്രത്തെ 18 18 19. ഇത് ക്ഷേത്രം പറഞ്ഞ് 18 ക്ഷേത്രത്തെ കുറിച്ചും ജ്ഞാനം, ക്ഷേത്രത്തെ അതായത് ശരീരത്തെ കുറിച്ചും പിന്നെന്താണ് ക്ഷേത്രജ്ഞനെ കുറിച്ചും ജ്ഞാനം ന്യായം ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർക്ക് മാത്രമാണ്? ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രമേ ഇത് അറിയാൻ സാധിക്കുള്ളൂ. ശരീരത്തെ കുറിച്ച് അറിയാനും പിന്നെ ജ്ഞാനം എന്ന് വെച്ചാല് അറിവ്, ശരീരത്തെ കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചുള്ള അറിവിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുന്നത് അല്ലെ. ന്യായം എന്ന് പറയുന്നത് അറിയേണ്ടത് ആരാണ്? അവരെ കുറിച്ച്, അതായത് ഭഗവാനെ കുറിച്ച്. ഇത്തരം കാര്യങ്ങൾ ആർക്ക് അറിയാൻ സാധിക്കുള്ളൂ? ഭക്തന് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. മറ്റുള്ളവർക്കൊന്നും ഇത് അറിയാനായിട്ട് സാധിക്കില്ല. അവർക്ക് അതിനുള്ള ക്ഷമയുണ്ടാവില്ല. അങ്ങനെ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അത് മനസ്സിലാക്കിയിട്ട് ആരെ പ്രാപിക്കാൻ സാധിക്കുന്നത്? ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടല്ലേ ഇതില്? അർജുനന്റെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യങ്ങള് എന്തൊക്കെയായിരുന്നു? ചോദ്യങ്ങള് അർജുനന്റെ ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരം. പ്രകൃതി, പുരുഷൻ, പ്രകൃതി, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞാനം. ജ്ഞാനം, ന്യായം, പിന്നെന്താണ്? ക്ഷേത്രം എന്താണ്? ക്ഷേത്രജ്ഞൻ എന്താണ്? ജ്ഞാനം എന്താണ്? ന്യായം എന്താണ്? 6 കാര്യം ചോദിച്ചിട്ടില്ലേ? പ്രകൃതി എന്താണ്? പ്രകൃതി, ഭൗതിക പ്രകൃതി, പ്രകൃതി, ഭൗതിക പ്രകൃതി, അത് കറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ പുരുഷൻ, ശാസ്ത്രജ്ഞൻ, പിന്നെ ക്ഷേത്രം, ശരീരം, ക്ഷേത്രജ്ഞൻ, ശരീരത്തെ കുറിച്ച് അറിയുന്നവനെ ക്ഷേത്രജ്ഞൻ. ശരീരത്തെ കുറിച്ച് അറിയുന്നവൻ. 2 പേര് വരും, പരമാത്മാവും. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ് തന്നെയല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ലേ. പുരുഷൻ എന്ന് പറഞ്ഞാല് ആത്മീയ ലോകത്ത് ഒരേ ഒരു പുരുഷനേ ഉള്ളൂ, അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. പുരുഷൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആസ്വാദകൻ എന്നർത്ഥം. നമ്മളിവിടെ പുരുഷൻ സ്ത്രീ എന്ന് പറയുന്നത് എന്താണ്? ശരീരം കൊണ്ടാണ് നമ്മൾ തിരിക്കുന്നത് അല്ലെ. ശരീരം കൊണ്ടാണ് നമ്മളത് പുരുഷനും സ്ത്രീയാണെന്നും പറയുന്നത്. ശരിക്കും ഒരേ ഒരു പുരുഷൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഭഗവാനാണ് ആസ്വാദകൻ. ബാക്കി എല്ലാവരും എന്താണ്? സേവകരാണ്. പിന്നെ അടുത്ത ചോദ്യം എന്താ മാതാജി? നമ്മൾ എടുത്തിട്ടില്ല ക്വസ്റ്റ്യൻ. ജീവാത്മാവും പരമാത്മാവും വ്യത്യാസം നമ്മൾ കുറെ പറഞ്ഞത്. ജീവാത്മാവ് അണുആത്മാവാണ്, പരമാത്മാവ് വിഭുവാണ്. ജീവാത്മാവിന് എന്താണ്? അനേകം ജീവാത്മാക്കളുണ്ട്. പക്ഷെ പരമാത്മാവ് ഒരേ ഒരു പരമാത്മാവ്. ഈ ജീവാത്മാവിനെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? പരമാത്മാവാണ്. സേവകരാണ്. പരമാത്മാവ് ആസ്വാദകനാണ്. പിന്നെ ജീവാത്മാവിന് പിന്നെന്താ പറഞ്ഞ? ജീവാത്മാവ് സേവകനാണ്, പരമാത്മാവ് യജമാനൻ. ജീവാത്മാവിന് താനിരിക്കുന്ന ശരീരത്തെ കുറിച്ച് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. പരമാത്മാവിന് എല്ലാവരുടെ ശരീരത്തെ കുറിച്ച് അറിയാൻ സാധിക്കും. പിന്നെ ജീവാത്മാവിന്റെ വലിപ്പം ഒരു സർവ്വവ്യാപിയാണ് പരമാത്മാവ്. പിന്നെന്താ പറഞ്ഞത്? പിന്നെന്തെങ്കിലും പറഞ്ഞോ? കുറെ ഉണ്ടായിരുന്നത്. ഇത് മുഴുവനോട് എഴുതേണ്ടതൊന്നും എഴുതിയില്ല. അത് കുഴപ്പമില്ല, അത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ. ഇപ്പൊ കൊറേയൊക്കെ നമുക്ക് പഠിച്ചു പോയോണ്ട് നമുക്കത് എഴുതണമെന്നില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പൊ കുറെ. അടുത്ത ചോദ്യം എന്താണ്? ബ്രഹ്മപുച്ഛം എന്ന് പറയുന്നത് ബ്രഹ്മപുച്ഛം എന്ന് പറയുന്നത് ആ ആത്മാവിന്റെ കവറിങ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ പറഞ്ഞത്. ഏതാണ്? അന്നമയം, പ്രാണമയം, മനോമയം, ആനന്ദമയം. ലാസ്റ്റത്തെ ആനന്ദമയം.
ഓ, അന്നമയം, പ്രാണമയം, ജ്ഞാനമയം, വിജ്ഞാനമയം, ആനന്ദമയം. അങ്ങനെയല്ലേ അന്നമയല്ലേ തുടങ്ങണത്? ലാസ്റ്റ് ആനന്ദമയം. വിജ്ഞാതമയം. നമ്മളെ ശരീരം, അതിന്റെ ഉള്ളില് പ്രാണൻ, പ്രാണത്തിന്റെ ഉള്ളില് പിന്നെന്താണ് ജ്ഞാനം, ജ്ഞാനം, പിന്നെ വിജ്ഞാനം, പിന്നെ ആനന്ദം. വിജ്ഞാനത്തിന്റെ ഉള്ളില് ആനന്ദമയം. ആനന്ദമയം, അതിന്റെ ഉള്ളിലാണ് ആത്മാവ്. ഇതിന്റെ ഉള്ളിലാണ് ബ്രഹ്മപുച്ഛത്തിന്റെ ആൻസർ. ആ തൈത്തിരി ഉപനിഷത്തിൽ അതിനെ പറയുന്നത് അങ്ങനെയാണ്, ബ്രഹ്മപുച്ഛം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഇട്ടതാണ് ഞാൻ. 5 എണ്ണത്തിൽ ആത്മാവ് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ചത്. അടുത്തത് കർമ്മക്ഷേത്രം എന്നറിയപ്പെടുന്നത് 24 ഘടകങ്ങളുടെ സമൂഹത്തെ 4 ഘടകങ്ങൾ അടങ്ങുന്ന കർമ്മക്ഷേത്രം. എന്നിട്ട് 5 മഹാഭൂതങ്ങൾ: ജനന, ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം, ഇന്ദ്രിയ വിഷയങ്ങൾ, മനസ്സ്, ബുദ്ധി, ബുദ്ധ്യഹങ്കാരം. അതായത് പഞ്ചഭൂതങ്ങള്, പഞ്ചമഹാഭൂതങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, ഇന്ദ്രിയ വിഷയങ്ങള്, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങള്. 24 എണ്ണം. അങ്ങനെ പഠിച്ചാൽ മതി നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് മറക്കില്ല കേട്ടോ. അങ്ങനെ പഠിച്ചാൽ മതി. കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, പിന്നെന്താണ് ഭൗതിക, ഫസ്റ്റത്തെ എന്താണ്? പഞ്ചമഹാഭൂതങ്ങള്, കർമ്മേന്ദ്രിയ, ജ്ഞാനേന്ദ്രിയം, ഇന്ദ്രിയ വിഷയങ്ങൾ. അപ്പൊ 20 എണ്ണായല്ലോ. പിന്നെ മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങള്. മൂതാജി ഒന്നുകൂടെ പറയോ? പഞ്ചഭൂതങ്ങളെ, കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, പഞ്ചമഹാഭൂതങ്ങൾ, ഇന്ദ്രിയ വിഷയം കൂടി വരും 5 എണ്ണം. മനസ്സ്, പിന്നെ മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, പിന്നെ ത്രിഗുണങ്ങള്. അടുത്തത് ജ്ഞാനം എന്നാൽ എന്താണ്? ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസം. ജ്ഞാനം 3 വിഷയങ്ങൾ. ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനെ കുറിച്ചുള്ള അറിവ്. ജ്ഞാനം, ശരീരം, ജ്ഞാനം, ന്യായം അറിയുന്നവൻ. അതായത് അറിയേണ്ടവൻ, അറിവിന്റെ പ്രക്രിയ. അതാണ് ജ്ഞാനം. അത് ജ്ഞാനം. അറിയുന്നവനുണ്ട്, അറിയേണ്ടവനുണ്ട്, അറിവിന്റെ പ്രക്രിയ ഉണ്ട്, അല്ലെ? അത് 3നെയാണ് നമ്മൾ എന്ത് പറയണത്? ജ്ഞാനം എന്ന് പറയുന്നത്. പരിപൂർണ ജ്ഞാനം ഗ്രാഹ്യമാകുന്നത് ആർക്കാണ്? ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രം. ഭക്തന്മാർക്ക് മാത്രമേ പരിപൂർണ ജ്ഞാനം അറിയാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പ്രഭു എന്നിട്ട് തീർത്താ പോലെ. ഇത് കഴിഞ്ഞ ഭോക്താവെന്നും അറിയപ്പെടുന്നത് ആരാണ്? ഭുക്തൻ. ആരാണ് ഭോക്താവ്? അത് കിട്ടിയില്ല. അത് എടുത്തിട്ടില്ല. ഞാൻ 19 എടുത്തതാണ്. ഭോക്താവ് ആരാണ്? നമ്മൾ പഠിക്കുന്നില്ലേ? ഭോക്താവ് ആരാണ്? ഭഗവാനാണ് ഭോക്താവ്. യജ്ഞ എന്താണ്? എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ്. യജ്ഞങ്ങളുടെ എല്ലാ ഹൈസും ഏൽപ്പിക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ ഭോക്താവാണ്. ഭുക്തൻ ആരാണ്? ജീവാത്മാക്കള്. ജീവാത്മാവ് ഭുക്തനും, ഭുക്തൻ ജീവാത്മാവ്, ഭോക്താവ്